പോറ്റിയെ കേറ്റിയതാരപ്പാ, കെ സി വേണുഗോപാലാണപ്പാ. പാട്ടിന്റെ ഈരടികൾ മാറുകയാണ്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ മൗനം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അതിന് കാരണമെന്നുള്ളതാണ് ആദ്യം കേട്ട പാട്ടിന്റെ 2 വരികൾ. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് കയറ്റിയത് എന്നതിനെ സംബന്ധിച്ച് എം.ബി. രാജേഷിന്റെ ഒരു വെല്ലുവിളി പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയ വഴി പുല്ലുകുരുക്കാത്തൊരവസ്ഥയുണ്ട്. ഇത്രയും ദിവസം പോറ്റിയെ കയറ്റിയതാരപ്പാ പാടിക്കൊണ്ട് നടന്നവർ ഇപ്പോ ആ വിഷയത്തിൽ പോറ്റിക്ക് പിന്നാലെ തന്ത്രി അകത്ത് പോയി. ഇപ്പോ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ സി വേണുഗോപാൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ ആ കയറ്റിയത് ആരപ്പ എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരമാവുകയാണ്. അതിനോടൊപ്പം തന്നെ എം.ബി. രാജേഷ് റിപ്പോർട്ടർ ചാനലിലൂടെ ഉയർത്തിയ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ ഏവനെങ്കിലും നട്ടല്ലുറപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള ആരോപണം വീണ്ടും ഉയർത്താൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ചിരിക്കുന്നു മന്ത്രി എം.ബി. രാജേഷ്. ആരോപണങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം പോകുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയപ്പോൾ കെ സി വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രിയെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. പോറ്റിയെ കയറ്റി എന്നായിരുന്നല്ലോ പാട്ട്. ഇപ്പൊ ആ പാട്ട് പാടാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പോറ്റി കയറിയത് 2004 അന്നത്തെ ദേവസ്വം മന്ത്രി കെ സി വേണുഗോപാലാണ്. ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ പോറ്റി കയറി എന്ന ചോദ്യം വന്നതോടുകൂടി പിന്നെ പോറ്റി എന്ന വാക്കേ മിണ്ടുന്നില്ലല്ലോ കോൺഗ്രസ്. പോറ്റി ഒരു LDF നേതാവിന്റെയും വീട്ടിൽ കയറിയിട്ടില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അന്വേഷിക്കുന്ന SITക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം തീർത്തും തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പരിഭ്രമം എന്നാണ് വ്യക്തമാവുന്നത്. കട്ടോണ്ട് പോകുന്ന കള്ളൻ കട്ട മുതൽ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ളവരെ നോക്കി കള്ളാ കള്ളാ എന്ന് വിളിക്കും പോലെയാണ് കോൺഗ്രസ്സുകാർ. തന്ത്രിയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിൽ എത്തിച്ചത്, അവർക്ക് ഈ സ്വർണം അടിച്ചു മാറ്റുകയായിരുന്നോ ലക്ഷ്യമെന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തുന്നു. സ്വാഭാവികമായിട്ടും ആരാണ് അനുമതി വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗാന്ധി കുടുംബത്തിലെ കുശിനിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ സി വേണുഗോപാൽ തന്നെയാണ്. അപ്പോൾ ആ കുശിനിക്കാരനാണ് 2004 ദേവസ്വം മന്ത്രിയായിരിക്കെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതും. ഇതും പോരാഞ്ഞിട്ട് തന്ത്രിയുടെ കുടുംബത്തിലെ നിത്യ സന്ദർശകർ ആരായിരുന്നു എന്നതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടതാണ്.